നമ്മൾ നിഅമത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്യുന്നവരാവണം. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയണം. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. സൂഫിയാക്കൾക്കുള്ള മലയാളം ആത്മജ്ഞാനികൾ എന്നാണ്. അവർക്ക് സ്വന്തത്തെക്കുറിച്ച് അറിയാമെന്ന അർത്ഥം. ഏറ്റവും വലിയ മഅരിഫ ലമീറാണെന്നല്ലേ. യുക്തിവാദികളുള്ള കാലത്ത് ചിലപ്പോൾ ഹുവ അവൻ എന്ന് പറഞ്ഞാൽ എവൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അന ഞാൻ ആ ചോദ്യത്തിലൊന്നും പറയൂല. അന ഞാൻ എന്നൊന്നും ചോദിക്കൂല. ആ അനയെക്കുറിച്ച് നമ്മൾ അറിയണം. ഹു ആം ഐ, ഞാൻ ആരാണ്? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എൻ്റെ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകമ്പനം, എന്തെങ്കിലും ഒരു ഈമാനിൻ്റെ, എന്തെങ്കിലും ഒരു തഖ്വയുടെ ഏതെങ്കിലും ഒരു ശകലം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ഖൗഫ്, ഒരു റജാ, ഒരു തഖ്വയുടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഈമാനും തഖ്വയും അതിൻ്റെ വിത്ത് വിതറാൻ പറ്റിയ നല്ല ഭൂമിയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലാന്ന് കരുതിക്കോ. എന്നാൽ ഹൃദയത്തിലേക്ക് സെൽഫി എടുത്തിട്ട് ഉടനെ ചികിത്സിക്കണം. കറുത്ത പാറകളാണ്, വരണ്ടുണങ്ങിയ ഭൂമിയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ ഖൽബിനെ നമ്മൾ നന്നാക്കണം. അല്ലാഹ് ഈ വാക്ക് കേൾക്കുമ്പോഴും പറയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നിലവിലെ നമ്മുടെ പിക്ചർ. അതാണ് നമ്മുടെ പിക്ചർ എന്ന് പറഞ്ഞത്. ഈ പിക്ചറിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചികിത്സ ഏതാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ചിലർ നല്ലോണം പ്രവർത്തിക്കുന്നവരായിരിക്കും സംഘടനയിൽ, സ്ഥാപനത്ത്. ചിലർ നന്നായി ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഇബാദത്തോ ദീനീ പ്രവർത്തനമോ ഇല്ലെങ്കിൽ ഉടനെ ചികിത്സ വേണം. സൂഫിയാക്കൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഇബാദത്തിൽ നിനക്ക് നന്നായിട്ട് ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ വേഗം ഒരു സെൽഫി എടുത്ത് നോക്കണം എന്ന്. പിക്ചർ ക്ലിയർ ഉണ്ടോയെന്ന് ഇങ്ങനെ സൂമാക്കി നോക്കിയാൽ മതി. ഉദാഹരണത്തിന്, പരിപാടിക്ക് പോകാൻ മൂപ്പർക്ക് നല്ല താല്പര്യം, മീറ്റിങ്ങിന് പോകാൻ ഒരു താല്പര്യമില്ല. അതെന്തോ പ്രശ്നമാണ്. മീറ്റിങ്ങിന് ഫുഡ് കിട്ടൂല, പരിപാടിക്ക് നല്ല ഫുഡ് കിട്ടും. അതിലായിരിക്കും മൂപ്പരെ പിശാച് പറ്റിച്ചിട്ടുണ്ടാവുക. കം ഹസനത്തു ലദ്ദത്തൻ ലിൽ മർഇ ഖാതില മിൻ ഹൈസു ലം യദ്രി അന്നസുമ്മ ഫിദ്ദസമി. ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ വിഷം ചേർത്തിട്ട് മുകളിൽ ചുവന്ന കളർ ചെറി വെച്ചുകൊണ്ട് കൊടുക്കും പിശാച്. ഈ ചെറീസും ഐസ്ക്രീമും കണ്ടിട്ട് നമ്മൾ വീണു പോകും. ഉള്ളിൽ വിഷമുള്ളത് നമ്മൾക്കറിയാതെ പോകും. അത് വലിയ പ്രശ്നമല്ലേ? അപ്പം നമ്മൾ നമ്മളെ ചികിത്സിക്കാൻ ശ്രമിക്കണം. ഏതാണ് ആ ചികിത്സ? എന്താണ് ആ ചികിത്സ? നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളെ നമ്മൾ തിരിച്ചറിയുകയും ആ നിഅമത്തുകൾക്ക് ഏറ്റവും യോജിച്ച രീതിയിലുള്ള ശുക്ർ ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യണം. ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് ആരോഗ്യം. അത് ഏറ്റവും നന്നായിട്ടുണ്ടാവുന്ന കാലമാണ് യുവത്വകാലം. ഈ അനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത്? വജാദൂ ബിഅംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. മഹാന്മാരായ ബദരീങ്ങൾ, ആ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം, സമ്പത്ത്, അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവരാണ്. അതാണ് വേണ്ട ഒന്നാമത്തെ കാര്യം. നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഫ്ലക്സ് കെട്ടാനും കട്ടൗട്ട് കെട്ടാനും ഒക്കെ മുകളിൽ കയറുന്ന പയ്യൻ വിചാരിക്കേണ്ടത് ഞാനിങ്ങനെ താഴേക്ക് ഇറങ്ങേണ്ട ഒരു ദിവസം ഉണ്ട് എന്നാണ്. താഴേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കല്ല, ഗ്രൗണ്ട് ഫ്ലോറിലേക്കും അല്ല, അതിൻ്റെയും താഴെ 6 അടി മണ്ണിലേക്ക്.
മോനെ, നീ കട്ടൗട്ട് കെട്ടാൻ ഇന്ന് കയറുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ്. ഞാൻ താഴേക്കിറങ്ങേണ്ട ഒരു ദിനമുണ്ട്. ആ ദിനത്തിൽ എൻ്റെ ഫാൻസ് അസോസിയേഷൻ ആരും ഉണ്ടാവില്ല. അന്ന് ഞാൻ ഒറ്റക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഫാൻസുകളല്ല, സെലിബ്രേറ്റ്സുകളല്ല. അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് യത്ബഉൽ മയ്യത അമലുഹു, ഞാൻ ചെയ്ത സുഹൃതങ്ങൾ മാത്രം. ആ അമലുകളെയാണ് നമ്മൾ സുഹൃത്തുക്കളായി കൊണ്ട് നടക്കേണ്ടത്. അതാണ് നമ്മുടെ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഇമാം നവവി റളിയല്ലാഹു അൻഹു വെറും 45 കൊല്ലം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. 19ാമത്തെ വയസ്സിലാണ് അറിവിൻ്റെ മേഖലയിലേക്ക് സജീവ സാന്നിധ്യം ഉണ്ടാവുന്നത്. എത്ര നൂറുകണക്കിന് ഗ്രന്ഥങ്ങളല്ലേ മഹാൻ എഴുതിയത്. നവവി ഇമാമിനെ പറയാത്ത ഒരു ദിവസം ഏതെങ്കിലും ദർസിലോ ശരീഅത്ത് കോളേജിലോ ദഅവ കോളേജുകളിലോ ഉണ്ടാവുമോ? ഇല്ല. ഷാഫി ഫിഖ് മാത്രമല്ല, മറ്റ് മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങൾ വരെ നവവി ഇമാമിനെ ആധികാരിക പണ്ഡിതനായി കൊണ്ടു നടക്കുന്നു. എന്തേ? ആ ആയുഷ്കാലം, ആ ജീവിതകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ തടസ്സമുണ്ടാവുന്നതിനെല്ലാം മഹാനവറുകൾ അവഗണിച്ചു. ഈ അടുത്തൊരു ഗ്രന്ഥത്തിൽ ഒരു മഹാൻ്റെ ചരിത്രം വായിക്കാനിടയായി. കല്യാണം കഴിച്ചിട്ട് 1ാമത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് മഹാനവറുകൾ പോകുക. ഭാര്യ ഉള്ള റൂമിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് പുറത്ത് മേശപ്പുറത്തൊരു കിതാബ് കണ്ടു. ഇതുവരെ കാണാത്ത കിതാബായതുകൊണ്ട് ഒരു ആകാംക്ഷ. ആ കിതാബ് എടുത്തിട്ട് തൊട്ടിപ്പുറത്ത് ഇരുന്നിട്ട് കിതാബ് നോക്കാൻ തുടങ്ങി. നോക്കി 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 ഭയങ്കര പോയിന്റുകളും ഫായിദകളുമാണല്ലോ. നോക്കി 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 സുബി വരെ കിതാബ് നോക്കി തീർന്നു. എപ്പോൾ? 1ാം രാത്രി. ഹത്താ നസിയ സൗജത്തഹു, ഭാര്യയെ മറന്നുപോയി. അവർ അവരുടെ സമയത്തെ ചെലവഴിക്കുന്നു ഇൽമിന് വേണ്ടി. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു ഓരോ യാത്രയിലും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കാർന്ന് കിതാബ് മുത്താലിയും തമ്മിൽ അന്തരമുണ്ട് കേട്ടോ. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ വരെ കിതാബ് മുത്താല ചെയ്യുന്ന ആളാ ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു. നമ്മുടെ അബ്ദുള്ള ഉസ്താദ് എഴുതിയ ദഖായിഖുൽ കൻസിൻ്റെ തുടക്കത്തിൽ ഈ ആശയം കാണാവുന്നതാണ്. അവരുടെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയം അള്ളാഹുവിന് വേണ്ടി അവർ ചെലവഴിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറും മിനൻ നാസ്. ആഖിറത്തിൽ അധികാളും പരാജയപ്പെടുന്ന വിഷയം ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി. ഇതൊക്കെ നോക്കുമ്പോൾ അധികാളും കൊമേഴ്സിൽ പരാജയപ്പെടുന്നത് ഏതിലാ? അക്കൗണ്ടൻസിക്ക് അല്ലേ? എന്ന പോലെ ആഖിറത്തിൽ നോക്കുമ്പോൾ അധികാളും പരാജയപ്പെട്ട 2 ടോപ്പിക്ക്: ആരോഗ്യ സമയം, യുവത്വം, ഫിഫ വേൾഡ് കപ്പ്. സെക്കൻഡ് സമയം, ഒഴിവ് സമയം. ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 12:36. ഈ വിഷയത്തിലാണ് അധികാളും പരീക്ഷയിൽ തോക്കൽ. ഇവിടുത്തെ ബയോളജി, കെമിസ്ട്രിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് സേപ്പരീക്ഷയിലുണ്ട്, ആഖിറത്തിൽ അതില്ല. ഇമ്പ്രൂവ്മെൻറ്റ് സേപ്പരീക്ഷയൊക്കെ എഴുതാനും പോയിക്കോട്ടെ, എക്സാം സെൻറ്ററിൽ നിന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. ആഖിറത്തിൽ നരകത്തിലെത്തിയ മനുഷ്യൻ അള്ളാൻ്റെ അടുത്ത് ചോദിക്കും, എന്നെ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചയക്കുമെന്ന്. എന്തിനാണാവോ? എന്തിനാ? അള്ളാൻ്റെ ചോദ്യം എന്തിനാ? ഞാൻ പിന്നെ ദുനിയാവിലെത്തിയിട്ട് നന്നായിക്കോളാം എന്ന് പറഞ്ഞാൽ ശരിക്ക് പഠിച്ചിട്ട് പരീക്ഷ എഴുതിക്കോളാം. അപ്പോൾ അള്ളാഹു ചോദിക്കും, എത്രാം വയസ്സിലാണ് മരണപ്പെട്ടെ? എത്ര 38 വയസ്സിൽ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു പോയതുകൊണ്ടാണ്. ഓ പാവം, 38 വയസ്സിലാണ്. അതേ 38 വയസ്സിലുള്ള അബ്ദുള്ളയും റിയാസും ഫവാദും അതല്ലേ സ്വർഗത്തിൽ? ഒരു ആക്സിഡൻ്റ് അല്ല, സാധാ മരണമല്ല. വയസ്സ് 38 കിട്ടിയിട്ടുള്ളൂ. മറ്റേയാൾക്ക് എത്ര വയസ്സെന്ന് കുറേ നേരമല്ല സൗണ്ടാക്കുന്നു. എത്രേ? 25 മരിച്ചോണ്ടാ. 24 വയസ്സുള്ള ചെറുപ്പക്കാരതാണ് സ്വർഗത്തിൽ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സൂറത്തു ഫാത്തിർ. നിൻ്റെ അതേ ആയുഷ്കാലമുള്ള എത്ര ആളതാണ് സ്വർഗത്തിൽ? ദുനിയാവിലേക്ക് തിരിച്ചു പോകണം പോലും. അല്ലാ, എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദിക്കുക?
അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് മരണം മുന്നിൽ കണ്ടാൽ ലൗലാ അഖർതനി ഇല അജലിൻ ഖരീബ്, കുറച്ച് സമയം തരാവോ എന്നാണ്. ഏത് സമയം? സ്റ്റാറ്റസിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, സ്നാപ്ചാറ്റിങ്ങിൽ കളഞ്ഞു തീർത്ത സമയം തരാവോ എന്ന് അവിടെ ചോദിക്കും. എന്തേ? ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ നന്നായിക്കോളാം. എപ്പോൾ ചോദിക്കുന്നത്? മരണപ്പെടുമ്പോൾ. പരലോകത്തെത്തിയിട്ടും ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എന്താ? എനിക്ക് കുറച്ചെന്താ വേണ്ടേ? ഫുഡോ, വീടോ, വണ്ടിയോ, പിന്നെ ഭാര്യ, പിന്നെന്താ വേണ്ട? ഒച്ചത്തിൽ പറയും. എന്തേ? സമയം. എല്ലാവരും അന്ന് ചോദിക്കൽ സമയം. സ്വർഗത്തിൽ ഒരു മനുഷ്യനെത്തിയാൽ ടെൻഷൻ ഉണ്ടാവില്ല. അഥവാ ടെൻഷൻ അടിക്കുന്നെങ്കിൽ ഏത് വിഷയത്തിലെ ടെൻഷൻ ഉണ്ടാവില്ലെന്നറിയാം? സമയം വെറുതെ കളണയിൽ. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം സമയത്തിന് വിലയില്ല എന്നുള്ളതാണ്. ആർക്കാ വില? സമയത്തിനൊരു വിലയും കൽപ്പിക്കാത്ത കാലം. അള്ളാഹു ഒരാളെ പരിഗണിച്ചതിൻ്റെ അടയാളമാണ് സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്കെന്താ പണി? ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് വരുതൽ ഒന്ന്, എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കൽ, ഒരു പണിയുമില്ലല്ലോ. അത് വേറെ പണി. എന്തിനാണ് ഒരു സ്റ്റാറ്റസിൽ 30 സെക്കൻഡായി? നമുക്ക് ആ 30 സെക്കൻഡിൻ്റെ വില മനസ്സിലാണെങ്കിൽ, ഞാനതാ പറഞ്ഞ വില മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന്. ട്രാഫിക്കിൻ്റെ ഇനി 30 സെക്കൻഡ് ട്രെയിൻ മിസ് ചെയ്യുക, എന്താ ചെയ്യുക? ആ 30 സെക്കൻഡ് ഇന്നലെ രാത്രി 50 ആളെ സ്റ്റാറ്റസ് നോക്കിയിട്ട് തീർത്തത്. ആ 50x30 കണക്കൂട്ടിയേക്ക്. അത് റെയിൽവേയിലേക്ക് ഓടുന്ന സമയത്ത് ട്രാഫിക് ലൈറ്റിൽ കുടുങ്ങിയാൽ ഇനി 29 സെക്കൻഡ്, 28, 25, എന്താ ചെയ്യുക അല്ലേ? പക്ഷെ അത് ബാക്കിയുള്ള ആളെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, വിലയില്ല. മോനെ, ഈ 30 സെക്കൻഡ് കൊണ്ട് നിനക്ക് സ്വർഗം വാരിക്കൂട്ടാൻ പറ്റും. അതാണ് ഇബ്നുൽ ജൗസി തങ്ങൾ ഹിഫ്ലുൽ ഉംറ എന്ന കിതാബിൽ പറഞ്ഞത്. ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് സമയം കളയുന്നത്? ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു മരം അല്ലാഹു നൽകും. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ ചൊല്ലാൻ 2-3 സെക്കൻഡേ വേണ്ടതുള്ളൂ. 30 സെക്കൻഡിൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് 15 മരങ്ങൾ സ്വർഗത്തിൽ നിനക്ക് വെച്ച് പിടിപ്പിക്കാം. ഇവിടെ മുല്ല അലീനുൽ ഖാരി തങ്ങൾ മിർഖാത്തിൽ പറയുന്ന ഒരു ആശയമുണ്ട്. ഒരാൾ ജീവിതകാലത്ത് കുറേ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന ദിക്ർ ചൊല്ലി, എന്നാൽ സ്വർഗത്തിൽ കുറച്ച് മരം കിട്ടുമെന്നാണോ? അല്ല, ഓരോ ദിക്റിനും ഓരോ മരം കിട്ടും. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഇയാളെ നരകത്തിൽ കടത്തിയിട്ട് മരത്തുനിന്ന് മാങ്ങിയും ചക്കയെല്ലാം പറിച്ചിട്ട്, ആജിക്ക നിങ്ങളെ വളപ്പിൽ നിന്ന് പറിച്ചതാണ്, എടെ വെക്കണ്ടി സൈഡിൽ സ്റ്റോർ റൂമിലൊക്കെ അല്ലേ? അങ്ങനെയല്ല. സ്വർഗത്തിൽ മരം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തുന്ന അതിൻ്റെ അർത്ഥം. അതൊരു സൂചനയാണ്. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും, സ്വർഗത്തിൽ മരം കിട്ടും, സ്വർഗത്തിൽ വീട് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തും എന്നാണ്. ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തീബിൽ ഹദ്ദാദിലും മഹാനായ ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു ശിഫാഉസ് സിക്കാം ഫീ സിയാറത്തി ഖൈറിൽ അനാമിലൊക്കെ ഈ ആശയം വിശദീകരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഒരു മരം കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥം. സ്വർഗത്തിൽ ഒരു വീട് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇയാളെ നരകത്തിൽ കിടത്തിയിട്ട് വീടിൻ്റെ വാടക കൊടുത്തേക്കല. അബ്ദുറഹ്മാനാജിക്ക കഴിഞ്ഞ മാസം വാടക കുറച്ച് ലേറ്റായി പോയി, 5-ാം തീയതി പോയി, അങ്ങ് കൊടുത്തേക്കല. ഇയാൾക്ക് ഈ വീടിൻ്റെ വാടക കിട്ടിയിട്ട് എന്തുകൊണ്ട്? സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കിട്ടും എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈമാനോടെ മരിക്കും, സ്വർഗം കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ നാട്ടുകാർക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, അത്രയും ജീവനുണ്ടല്ലോ. 10 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് കിട്ടും. 10 ഓതിയാൽ 10 ഇഖ്ലാസ് ഓതാൻ എത്ര പണിയുണ്ടാ? ഇല്ല. സ്വർഗത്തിലൊരു വീട് കിട്ടാൻ 10 ഇഖ്ലാസ് ഡെയിലി ഓതിയാൽ മതി. ഉമർ റളിയല്ലാഹുവിൻ്റെ ചോദ്യം, 20 ഓതിയാലോ? 2 കിട്ടും. എത്ര ഓതുന്ന അതിനനുസരിച്ച് കിട്ടും. മൂപ്പര് 10ൻ്റെ ഗുണനപ്പട്ടികയായിട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി വേഗം സ്റ്റോപ്പ് ചെയ്തു. എത്രയാണോ ഓതുന്നത് അതിനനുസരിച്ച് കിട്ടും. ഈ ഹദീസ് ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ്, ചില ആംഗിൾ മാത്രം ഇവിടെ വിശദീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണല്ലോ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് എന്ന നിലയിൽ നമുക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിലെത്തണം.
നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തലൊന്നും ആർക്കും കഴിയൂല. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരാശയമാണ്. എനിക്ക് നബിതങ്ങളുടെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പോലും ഇല്ല. സെക്കൻഡ് റാങ്ക് ഒരുക്കണമല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിനുണ്ടോ? ഉലുൽ അസ്മിലെ ബാക്കിയുള്ള ഈസ നബി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കുണ്ടോ? ഇല്ല. പിന്നെ എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? സ്വർഗത്ത് നിന്ന് ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇബ്നു ഹജർ റഹിമഹുല്ലാ മിഷ്കാത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ഫത്ഹുൽ ഇലാഹ് എന്ന കിതാബിൽ ആ കാര്യം പറയുന്നുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഈ നാട്ടിൽ ആമീൻ കണ്ടുപിടിച്ചിട്ടില്ലേ? ആമീന് ഭയങ്കര പവറുണ്ട്. 4 അക്ഷര. നമ്മൾ ആമീൻ എന്ന് ഉച്ചരിക്കുമ്പോൾ 4 മലക്കിനെ അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. എന്നിട്ട് ആ മലക്ക് നമുക്ക് വേണ്ടി ദ്വാരക്കും. വദുആ ഉൽ മലായിക്കത്തി മർജൂലിൽ ഇജാബ. മലക്കൾ ദ്വാരന്ന് എന്തായാലും ഉത്തരം കിട്ടും. കാരണം ലി ഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതള. അള്ളാഹു ആണ് ഓരോ ദ്വാരക്കാനെ ഏൽപ്പിക്കുന്നത്. ശമ്പളം ഇല്ലാത്ത പണിക്ക് അള്ളാഹ് ഏൽപ്പിക്കൂല. ഫത്ഹുൽ ബാരി 2-ാം വാള്യം. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. 4 ദിവസത്തെ വയലുണ്ടല്ലോ, 4-ാമത്തെ ദിവസം നമുക്ക് ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, ഇത് രണ്ടും നമ്മൾ നന്നായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരുന്നാലോ? മഹാനവറുകൾ പറഞ്ഞു, അംസിക്ക് ശംസ, എന്നാൽ മോനെ സൂര്യൻ അവിടെ പിടിച്ചു വെക്കുന്നു. നമ്മുടെ സംസാരിച്ചിരിക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ കറങ്ങൂലേ? പെട്രോൾ ആയുസ് തീരൂല മോനെ. എവിടെ പോന്ന്? ഒന്ന് കറങ്ങാൻ. എന്തേ? ഒരു ട്രിപ്പ്. പെട്രോൾ തീരൂലേ? ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ചില ആളിപ്പോൾ പരിപാടി അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് അബുദാബിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റാസൽ ഖൈമയിലോ ഉള്ള ആളെ ഹായ്, അപ്പം മറ്റേ ആൾ ഹോയ്, ഉറങ്ങുന്നില്ലേ? ഇവനിങ്ങനെ ചോദിച്ചാൽ മോനെങ്ങനെ ഉറങ്ങല്? രണ്ടാൾക്ക് സമയത്തിന് വിലയില്ല. ചിലർ വാട്സപ്പിൽ വോയിസ് അയച്ച് അപ്പാട് വാട്സപ്പിൻ്റെ മിസ് കോൾ അടിക്കും, ഇപ്പം നോക്കിക്കൊള്ളണം. അപരനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതാണ് ആമിർ ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അംസികി ശംസ, സൂര്യനെ പിടിച്ചു വെക്ക്, എന്നാൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. സൂര്യൻ കറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിനെ കുറിച്ച് സിയറിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം, 30 കൊല്ലക്കാലം ഹദീസ് എഴുതുന്ന കാരണത്താൽ മഹാനവറുകൾ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. 30 കൊല്ലവും പെങ്ങളാണ് ഭക്ഷണം കൊടുത്തത്, വായിൽ ഉരുട്ടിക്കൊടുത്തു. 30 കൊല്ലക്കാലം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഹദീസ് എഴുതാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് മഹാനവറുകൾക്ക് ഫുഡ് കൊണ്ടു കൊടുത്താൽ തന്നെ കഴിക്കൂല. അങ്ങനെ എങ്ങനെങ്കിലും ആരോഗ്യം പിടിച്ചു നിർത്താൻ വേണ്ടി പെങ്ങൾ തീരുമാനിച്ചതാ, എൻ്റെ ഇക്കാക്ക ഹദീസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉരുളയാക്കിയിട്ട് വായിലിട്ട് കൊടുക്കാം. അങ്ങനെ 30 വർഷം അങ്ങനെ ഉണ്ടായതായി ചരിത്രത്തിൽ കാണാം. ഖീമത്തു സമൻ ഇൻദൽ ഉലമ എന്ന ഗ്രന്ഥത്തിൽ ആധുനിക പണ്ഡിതനായ അബ്ദുൽ ഫത്താഹ് അബൂ ഖുദ്ദ രേഖപ്പെടുത്തുന്നു, മുൻകാല ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. നിങ്ങൾ നോക്കൂ, അവരൊക്കെ സമയത്തിന് കൊടുത്തൊരു വില നോക്കൂ. അവരൊക്കെ സമയത്തിന് അത്രമാത്രം മഹത്വം കൽപ്പിച്ചു. നവവി ഇമാം റഹിമഹുള്ളയുടെ ബയോഗ്രഫി എടുത്ത് പരിശോധിച്ചാൽ ഉറങ്ങിയത് ചരിത്രത്തിൽ കാണൽ സാധ്യത കുറവാണ്. നല്ല ക്ഷീണം വന്നാൽ നവവി ഇമാം ചെയ്യുന്ന പരിപാടി ചുമരിനൊന്ന് ചാരിയിട്ട് കുറച്ച് സമയം ഒന്ന് തൂങ്ങും. പിന്നെ മഹാനവറുകൾക്ക് ടെൻഷനാവും, സമയം കുറച്ച് അധികം ഉറങ്ങിപ്പോയോ എന്ന്. കണ്ടോ, കുറച്ചധികം ഉറങ്ങിപ്പോയോ എന്ന് ടെൻഷനാവും മഹാനവറുകൾക്ക്. മഹാനവറുകളും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ആരെങ്കിലും കാണാൻ വന്നാൽ ഉടനെ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? ഒരു കിതാബ് എടുത്തു കൊടുക്കും. കിതാബ് തിരിഞ്ഞിട്ട് മുത്താലയ്യാണെങ്കിൽ അവർക്കും കൂലി കിട്ടുമല്ലോ. തിരിയൂലെങ്കിൽ ദ ഹിന്ദു ഇംഗ്ലീഷ് പത്രം കിട്ടിയാൽ ഇംഗ്ലീഷ് അറിയാത്ത ആൾ ചിത്രം നോക്കുന്ന പോലെ മടക്കി വെച്ചിട്ട് പോകുമല്ലോ. അത്ര തന്നെ ഉള്ളൂ. നമുക്കൊരാളെ കിട്ടാൻ കളിക്കാൻ, ഓൺലൈനിൽ കിട്ടാൻ കളിക്കാൻ, സമയം പോകാൻ, ടൈം പാസ്, കറങ്ങിത്തിരിയാണ്, സർക്കീറ്റ് അടിക്കുകയാണ് നമ്മളെ ജീവിതത്തിൽ. ഇപ്പം എല്ലാ ആസ്വാദനാണ്. ഞാൻ വിഷയത്തിലേക്ക് വഴി വരുന്നുണ്ട്. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിത് വെറുതെ പറയണല്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി.
ഒരാൾ നന്നായി എന്ന് പറയണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മാറിയിരിക്കണം. 1.5 മണിക്കൂർ ഫുട്ബോൾ കണ്ടോനും ഹൈലൈറ്റ് കാണും. ഓനിക്ക് തന്നെ അറിയാം ആരാ ജയിച്ചിന് തോറ്റിന്. എന്നാലും എന്താണ് നീ കാണുന്നത്? അവരങ്ങല്ലേ എന്നാണ് പറയണത്. എന്തിനാ മോനെ നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പോയിട്ട് കാര്യം? എന്താ നമുക്കിപ്പോൾ കിട്ടിയത്? 3000-ൽ പരം കോടിയാണ് ഖത്തറിൽ കളിച്ച ഫുട്ബോൾ ടീമിന് കിട്ടിയ ക്യാഷ് പ്രൈസ് മാത്രം. നമുക്കെന്താ കിട്ടണത്? നമുക്കെന്ത് കിട്ടുന്നു? നമുക്കെന്താ കിട്ടിയേക്കണത്? നമ്മൾ നമ്മെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ ആഖിറത്തിൽ എന്തുണ്ടാക്കി? മഹാനായ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു പറയാം, ആഖിറത്തിൽ എന്നോട് അള്ളാഹു ചോദിക്കുകയാണ്, അല്ല ബുഖാരി, എന്താ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അള്ളാൻ്റെ അടുത്ത് പറയൽ എന്താണെന്നറിയാം? 1000കണക്കിന് ഉസ്താദുമാരെ ഞാൻ തേടി പുറപ്പെട്ടു. എനിക്ക് 400 ഉസ്താദുമാരെ നേരിട്ട് കാണാൻ കിട്ടി. 1000ൻ്റെ മേലെ കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്തു. അന്ന് വളരെ സംവിധാനങ്ങൾ ഉള്ള നമ്മുടെ സൂപ്പറായ വാഹനങ്ങളില്ലാത്ത കാലമാണെന്ന് നമ്മൾ ഓർക്കണം. ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും അല്ലെങ്കിൽ കുതിരയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന യാത്രയെക്കുറിച്ചാണ് അവർ പറയണത്. 1000-ലധികം കിലോമീറ്ററുകൾ ഞാൻ യാത്ര ചെയ്ത് 400-ലധികം ഉസ്താദുമാരെ ഞാൻ കണ്ടെത്തി. 6 ലക്ഷം ഹദീസ് ഞാൻ ശേഖരിച്ച് അതിൽ നിന്ന് കടന്നെടുത്തിട്ട് 7000-ൽ പരം ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓരോ ഹദീസ് എഴുതുമ്പോഴും വുളു എടുത്ത് കുളിച്ച് വൃത്തിയായി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊക്കെ ചോദിച്ച് ഇസ്തിഖാറത്ത് ചെയ്ത് ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ എഴുതണോ എന്ന് ചോദിച്ച് 16 കൊല്ലം കൊണ്ടാണ് ഈ കിതാബ് എഴുതിയത്. ഞാൻ ഈ കിതാബാണ് അള്ളാഹിൻ്റെ മുമ്പിൽ വെക്കൽ. ഇതാ 400-ലധികം ഉസ്താദുമാരെ കണ്ടെത്തി 6 ലക്ഷം ഹദീസ് എന്ന് കടന്നെടുത്ത് 7000-ൽ പരം ഹദീസുകളുള്ള 16 കൊല്ലം കൊണ്ട് എഴുതിയ ഓരോ ഹദീസിനും 2 റക്അത്ത് നിസ്കരിച്ച. അപ്പോൾ എത്ര സുജൂദായിട്ടുണ്ടാവും? ഇതാണ് എനിക്കുണ്ടാവുക. എനിക്ക് അള്ളാൻ്റെ അടുത്ത് പറയാനുള്ള അതാ ഉള്ളത്. നമുക്കെന്താ ഉണ്ടോ അള്ളാൻ്റെ അടുത്ത് പറയാൻ? ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അയാൾ ഏത് പള്ളി കണ്ടാലും കയറിയിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും അത്രേ. ഏത് പള്ളി കണ്ടാലും 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. അയാളോട് ചോദിച്ചു, നിങ്ങൾ എത്ര പള്ളിയിൽ ഇപ്പോൾ തഹിയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി? അതിനവർ പറഞ്ഞത് 800 കഴിഞ്ഞു. നിങ്ങൾക്കെന്താ ഇത് പ്രചോദനമായതെന്താ? ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സിയാറത്ത് നടത്തിയപ്പോൾ അവിടെ ഒരാളെ കണ്ടു. അയാൾ കാണുന്ന പള്ളിയിലെല്ലാം കയറിയിട്ട് മുക്കിരി ഉസ്താദിനോട് ചോദിക്കും, ഞാൻ ബാങ്ക് കൊടുത്തോട്ടെ. ചിലയിടത്തുനിന്ന് സമ്മതിക്കും. ബാങ്ക് കൊടുത്തിട്ട് തിരിച്ച് പോരുമ്പോൾ അയാളോട് ചോദിച്ചത്രേ, ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങളെന്തേ ബാങ്ക് കൊടുക്കാൻ ഇത്ര ആവേശം? അത് ബാങ്ക് കൊടുത്താൽ ഭയങ്കര കൂലിയല്ലേ? വലാ മദറുൻ വലാ ഹജറുൻ, ഏത് കല്ലും മരവും ബാങ്ക് കേട്ടാക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി സാക്ഷിക്കുന്നല്ലേ. ഞാൻ എൻ്റെ നാട്ടിലെ പള്ളിയിൽ കുറേ ബാങ്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ നാട്ടിലെ പള്ളീൻ്റെ ചുറ്റുവട്ടത്തുള്ള കല്ലും മരങ്ങളൊക്കെ ഓക്കെ, അൽഹംദുലില്ലാ. പരമാവധി പള്ളിയിൽ പോയിട്ട് ഞാൻ ബാങ്ക് കൊടുക്കുന്നു. എത്ര പള്ളിയായിന്ന് വെച്ച്? 3000 പള്ളി കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടാ? ആർക്കെങ്കിലും അള്ളാൻ്റെ അടുത്ത് പറയാൻ ഇതേപോലെ ഉണ്ടാ? 3200 പള്ളിയുണ്ട് സുൽത്താനുൽ ഉലമക്ക്, 11,000 സക്കാഫിമാരും. ചെറിയൊരു ആഫിയത്ത് പറഞ്ഞിട്ട് കിടക്കുമ്പോൾ 4444 നാര്യസ്വലാത്തല്ല ഖത്മോദി തീർക്കാനുള്ള ഒരു വെള്ളപ്പട്ടാളം ഉണ്ടാക്കീന് ആ പുരുഷായുസ് കാലത്ത്. നമുക്കെന്തെങ്കിലും ഉണ്ടാ പറയാൻ? നമുക്കാകപ്പാടുള്ളത് ഞാനെല്ലാം SSFൽ പ്രവർത്തിക്കുന്ന കാലത്ത്, ഹാരപ്പൻ മോഹൻജദാരോ കാലമായിരിക്കും അത് പറഞ്ഞിരുന്ന് ബാത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചില ചിട്ടകൾ വേണം. എന്താണത്? നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം. അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇസ്മായിലുൽ ഹിഖി അൽ ബറൂസവി റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇസ്മായിൽ തങ്ങൾ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒന്നാമത് മഹാനവറുകൾ പറയണത് അയ്യംന നഫ്സഹു മിനൽ മആസി. മോനെ, നിൻ്റെ ജീവിതം സാർത്ഥകമാണെങ്കിൽ തെറ്റിൽ നിന്ന് മാറിയിക്കണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. ചിലർക്കൊരു തോന്നലുണ്ടാവും, എന്ത് ഉസ്താദിൻ്റെ എല്ലാം പ്രഭാഷണം ചിലതെല്ലാം ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളഞ്ഞ് കയറുകയെന്നെല്ലാം പറയുന്നേക്കും ചില ആൾ, ആണിയാറ്റം പോലെ. എന്നിട്ടിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്?
ഞാൻ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ കരഞ്ഞു നോക്കുന്നുണ്ട്. ഈ കരഞ്ഞു പോകുന്ന മനുഷ്യനുണ്ടല്ലോ, കസറത്തുൽ മാസി, കുറേ തെറ്റുള്ള ആളാണെങ്കിൽ നരകത്തിൽ തന്നെ പോകാമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു ഇഹ്യയിൽ പറയുന്നുണ്ട്. നമുക്കൊരു തോന്നലുണ്ടാവും, എനിക്ക് ഇന്നാലിന്ന പ്രഭാഷണം കേൾക്കുമ്പോൾ മദീനയിലെത്തണം എന്ന് തോന്നുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്, അല്ലുണ്ട്. പക്ഷെ എൻ്റെ തെറ്റുണ്ടാ, അത് നരകത്തിലേക്കുള്ള വസീലയാണ്. തെറ്റൊഴിവാക്കുമ്പോഴാണ് സ്വർഗം കിട്ടുക. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാവേണ്ടത് തെറ്റുകുറ്റങ്ങളാണ്. ഒരു ഗീബത്ത് പറയാൻ നമുക്കൊരു മീറ്റിങ്ങിലോ കൺവെൻഷനിലോ ചാൻസ് കിട്ടി, 100 ഹജ്ജും ഉംറയും ചെയ്തതിനേക്കാൾ കൂലിയാണ് ആ ഗീബത്ത് ഒഴിവാവൽ, ആ ഒഴിവാക്കൽ. മുണ്ടെണ്ണം നമുക്കറിയാം കാര്യം മുണ്ടെണ്ണം. ഇപ്പം എനിക്ക് 100 കണക്കിന് ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, ഇത് എക്സാജറേഷനാണ്. അത് ഉസ്താദിൻ്റെ വക കുറച്ചുകൂടി, ഇതുവരെ ഉസ്താദ് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കും. അത്ര എല്ലാം കിട്ടോ? നമ്മൾ ഗ്രൂപ്പിൽ കാര്യമായിട്ട് 4.5 ലക്ഷം കൊടുത്തിട്ട് ഹജ്ജിന് പോവുക, ഇയാൾ അത് 100 അത് കിട്ടുമോ? അല്ല, ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. തർക്കു ഹറാമിൻ വാഹിദിൻ ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ. ഇമാം ഷഅറാനി റഹിമഹുല്ലാഹ് തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ ഉണ്ട്. തെറ്റൊഴിവാക്കുമ്പോഴാണ് ഒരാൾ വിജയിക്കുക. പുതിയ കാലവും പഴയ കാലവും തമ്മിലുള്ള അന്തരം എന്താണെന്നറിയോ? പുതിയ കാലത്ത് ഇബാദത്ത് കൂടുതലാണെന്ന എൻ്റെ വിനീതമായ അഭിപ്രായം. പള്ളി പണ്ടാണോ അധികം, ഇപ്പോഴാണോ? ഇപ്പോൾ നിസ്കരിക്കുന്നവരോ ഇപ്പോഴധികം, നോമ്പ് നോക്കുന്നവരോ ചില പെണ്ണുങ്ങന്മാർക്കല്ലേ എപ്പം നോമ്പന്നെ. എന്തേ വനിതാ ക്ലാസ്സിൽ ഉസ്താദ് പറഞ്ഞതിന് പണ്ടാ പറയുന്നത്, ഇപ്പോൾ ഓൺലൈനിലും കിട്ടും. മജ്ലിസ് കൊണ്ട് തടഞ്ഞ് വീഴലിന്ന് ഓൺലൈൻ മജ്ലിസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ഭർത്താക്കന്മാർ തളർന്നിട്ട് ഫാത്തിമ കുറച്ച് ചൂടുവെള്ളം നോക്കി, ഞാൻ മദീനയിലേക്കുള്ള പാതയിലാന്നുള്ള മജ്ലിസിലുള്ളവർ, ചൂടുവെള്ളമൊന്നും കിട്ടൂല, ഒരു രക്ഷയില്ല. നമ്മൾക്ക് ഭയങ്കര ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഇബാദത്തുണ്ട്. പക്ഷേ പുതിയ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റ് കൂടുതലാണ്. സജീവ സാന്നിധ്യമുള്ള പ്രവർത്തകൻ വീടിൻ്റെ അകത്തിലെത്തിയിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് അവൻ കാണുന്നത് ഹറാമാവുന്ന കാലം. മോനെ, നമ്മൾ ഭയപ്പെടണം. എന്ത് ഭയപ്പെടണം? ജീവിതത്തിൽ എന്താണോ നമ്മൾ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും വഫാത്ത്, മരണം ഉണ്ടാവുക. എൻ്റെ ജില്ല കണ്ണൂർ ഡിവിഷൻ തളിപ്പറമ്പ്. അവിടെ നെരിക്കോട് എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ മറവിട്ട് കിടക്കുന്ന നെരിക്കോട് ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന നെരിക്കോട് മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹ്, നമ്മുടെ ഉലമാ മുഴുവനും അംഗീകരിച്ച അതിശ്രേഷ്ഠരായ പണ്ഡിതർ, നമ്മുടെ സമസ്തയുടെ കിടയറ്റ ആലിമീങ്ങളായ കൻസുൽ ഉലമ ശൈഖുനാ ഉസ്താദും നൂറുൽ ഉലമ എന്ന അതിദൈക്ഷണികരായ പണ്ഡിത ശ്രേഷ്ഠരും ആ മഹാനവറുകളുടെ അടുത്ത് പലപ്പോഴായി വരാറുണ്ട്, പരിപാടികളിൽ സംബന്ധിക്കാറുണ്ട്. ആ നെരിക്കോട് ഉസ്താദ് വഫാത്താവുന്ന രൂപമെങ്ങാനും നമ്മൾ കണ്ടാൽ റമദാനിൽ പള്ളിയിൽ ജലാലിയ റാത്തീബിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ മഹാനവറുകൾ വഫാത്താവുകയാണ്. പള്ളിയിൽ റമദാനിൽ ഈത്തിക്കാഫിലായി മുഅ്മിനീങ്ങൾക്കിടയിൽ. അതിലേറ്റവും അത്ഭുതം കൻസുൽ ഉലമ ശൈഖുനാ ചിത്താരി ഉസ്താദ് പറഞ്ഞു ഓർക്കുകയാണ്, എല്ലാവരും മരിക്കുന്ന ആൾക്ക് ദിക്റെല്ലി കൊടുക്കല, ഇത് ഈ മഹാൻ ബാക്കിയുള്ള ആൾക്ക് ദിക്റെല്ലി കൊടുത്തിട്ട് രാജാവിനെ പോലെ ഖബറിലേക്ക് പോകുകയാണ്. എന്തേ കാരണം? കുറേ ദിക്ർ ജീവിതത്തിൽ അങ്ങ് ചൊല്ലിയപ്പോൾ അവർക്ക് അല്ലാഹു ബെസ്റ്റ് ഓഫർ സമ്മാനമായി നൽകി. അതാണ് കാര്യം. നമ്മുടെ ജില്ലയിൽ തന്നെ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യന്റെ ഉമ്മയുടെ ഉപ്പ ലത്തീഫ് ബിരുദമുള്ള ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളെ കുട്ടി അല്പം പ്രയാസത്തിലാണ്, ഉസ്താദ് ഒന്ന് വന്ന് മന്ദിരിച്ചു തരണം. ഓക്കെ, പോയി മന്ദിരിക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടത് ആ കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ നുരപത ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുകയാണ്. മരണത്തിന്റെ വെപ്രാളത്തിലാണെന്ന് ഉസ്താദിന് മനസ്സിലായി. നല്ല മരണമാണെങ്കിൽ നെറ്റിയിൽ നിന്ന് വിയർപ്പ് വരും, അത് AC ഇട്ടാലും ചിലപ്പം വരും. അല്ലെങ്കിൽ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകാൻ മുട്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടാകും. മൂക്കിൻ്റെ ദ്വാരം വീർത്ത് വരലൊക്കെ നല്ല മരണമാണ്, അതിൻ്റെ അടയാളങ്ങളാണ്. അല്ലാഹുവേ, നമ്മളെല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ.
ഈ ചെറുപ്പക്കാരൻ്റെ മരണവെപ്രാളം ഉസ്താദിന് മനസ്സിലായി. മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് മാറ്റിക്കൊടുത്തപ്പോൾ വെളുത്ത തൊലിയുള്ള പയ്യൻ്റെ കറുത്ത ചെവിയുടെ അടുത്ത് കറുത്ത വരകളാണ്. എന്താണത്? പറിച്ചു നോക്കുമ്പോൾ ഇയർഫോണാണ്. പുതിയ കാലത്തെ ബ്ലൂടൂത്ത് അല്ല, ആ വയറുള്ള ഇയർഫോൺ. അതൊരാൾ വെച്ച് നോക്കുമ്പോൾ മ്യൂസിക്, സിനിമ പാട്ടാണ്. ഇവൻ ഓഫായിട്ടും പാട്ട് ഓഫായില്ല. ജീവിതത്തിൽ എന്താണോ മക്കളെ നമ്മൾ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും മരണം സംഭവിക്കുക. കാമുകനും കൂടി യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് കേട്ടില്ലേ നിങ്ങൾ? ഭർത്താവ് പോയ സമയത്ത് കാമുകനെ വിളിച്ചു വരുത്തി വൃത്തികേട് ചെയ്യാനൊരുങ്ങുമ്പോൾ ബെഡിൽ കിടന്നെടുത്ത് സൈലൻ്റ് അറ്റാക്കായി മരണപ്പെട്ടവരില്ലേ? ഇമാം ഖുർത്തുബി റഹിമഹുല്ല അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ വരും. തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ക്രിസ്ത്യൻ ഫാമിലിയിലെ പെൺകുട്ടിയായി അയാൾക്ക് ലവ് അഫെയർ. അയാൾ ആ പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ഒരിക്കൽ പോയി. ബാങ്ക് കൊടുക്കാൻ കയറി അയാൾ താഴെ ഇറങ്ങിപ്പോയി. പോയ സമയത്ത് ആ പെൺകുട്ടിയുടെ ഫാദർ പറഞ്ഞു, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ മോളെ തരാമെന്ന്. അങ്ങനെ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. മുർത്തദ്ദായി, ഈമാൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാളെ കാല് തടഞ്ഞ് അയാൾ തന്നെ വീണ് മരണപ്പെട്ടു. അല്ലാ നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. മൊബൈലിൽ പാതിരാവിൻ്റെ പഴുതിൽ ഹറാമുകൾ കണ്ടിട്ട് ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ, ആ ഉറക്കത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസമങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, പരിപാടി കഴിഞ്ഞ് ഇശാ വീട്ടിലെത്തിയിട്ട് നിസ്കരിക്കാമെന്ന് കരുതി ഉറക്ക് നല്ല ബാധിച്ച് ക്ഷീണമുണ്ടായ വലബത്തുന്നൗമിൻ്റെ സമയം ഇശാ പിന്തിച്ച് പിന്നെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരണപ്പെട്ടു പോയാൽ കണ്ണ് പിന്നെ തുറക്കുന്നത് ഖബറിലാണ്. അവസാനത്തെ വക്ത് നഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഖബറിലെത്തുന്നത്.